എന്താ പറയാ, ഇത് ഭയങ്കര ആം, സങ്കടം കേട്ടോ. ബിക്കോസ് ആദ്യം ഈ അമ്മാന് AMMന് പറയുമ്പോ ഫസ്റ്റ് ഇന്റർനാഷണലി ഒരു ഇങ്ങനത്തെ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പ്രസിഡന്റ്, ഒരു ഫീമെയിൽ പ്രസിഡന്റും പിന്നെ എല്ലാം EC മെമ്പേഴ്സും മോസ്റ്റ്ലി എല്ലാം ഫീമെയിൽസ് ആണ്. അങ്ങനെ വരുമ്പോ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, ദർ വിൽ ബി എ ചേഞ്ച്. പക്ഷെ ഇപ്പൊ ഇത് കേൾക്കുമ്പോ, പാർവതി കൃഷ്ണൻ കേൾക്കുമ്പോ ഇത് വളരെ ചൈൽഡിഷ് ആണ്, ഇഷ്യൂസ് ആണ്. ഇത് AMMയിലെ മാത്രമല്ല കേട്ടോ, എല്ലാ മൂവി അസോസിയേഷൻസിലെയും ഇങ്ങനത്തെ എന്താ പറയാ ഒരു ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, ഈഗോ പ്രശ്നമാണ്. ഞാൻ ഇവരെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വേറെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഇന്റേർണലി ഇങ്ങനത്തെ പ്രശ്നങ്ങള് നമ്മൾ സിനിമയിൽ ഇരിക്കുന്ന പ്രോബ്ലംസ് എന്താ, അതുക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇത് ഈ അസോസിയേഷൻസ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവർ തമ്മിൽ തന്നെ അടി ഉണ്ടെങ്കിൽ ആര് വന്ന് ഈ എന്താ പറയാ അവിടുത്തെ ആർട്ടിസ്റ്റിന്റെ പ്രശ്നമോ വെൽഫെയർ സംബന്ധപ്പെട്ട പ്രോബ്ലംസോ അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിയും? അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ ചൈൽഡിഷ് ആണ്. അപ്പോ ഈ ഗ്രൂപ്പ് എപ്പോഴും എല്ലാ അസോസിയേഷനിലും ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരും ഇരുത്തി എല്ലാവരുടെയും ഗ്രീവൻസസ് ചോദിക്കണം. അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഡിസിപ്ലിനറി ഇതിലെയാണ് നമ്മൾ അത് കൊണ്ടുപോകണം. പിന്നെ അതല്ലാണ്ട് മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ, ഇങ്ങനെ ഓരോരോ ദിവസം വേറൊരാൾ വന്ന് സംസാരിക്കുമ്പോ ഇത് നമ്മളുടെ മൂവി ഇൻഡസ്ട്രി തന്നെ നമ്മ തന്നെ ടാനിഷ് ചെയ്യുന്നു. അപ്പൊ പബ്ലിക് എന്താ വിചാരിക്കും? നമ്മളുടെ ഇൻഡസ്ട്രി ഇങ്ങനെയാണോ? ഓക്കെ, നമ്മള് ഒരു നടിയുടെ അസോൾട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാ. അപ്പോ അതിലിരുന്നിട്ട് നമ്മൾ പാഠമൊന്നും പഠിക്കുന്നില്ല. പിന്നെ ഗവൺമെന്റ്സും, രണ്ട് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാനാണ് ആദ്യത്തെ ഉം. പാർട്ടിസിപ്പന്റ് ആയിട്ട് പോയി എന്റെ സജഷൻസ്, എന്റെ ഇതെല്ലാം പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തു. പിന്നെ അതിന്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് ആണ് ഒരു ട്രൈബ്യൂണൽ വരണം. പിന്നെ കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോ ഇതുവരെ ആരും ഒന്നും ചെയ്യുന്നില്ല.